എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ചാനൽ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, തുടക്കത്തിൽ മുതലുള്ള പല ആളുകളും ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് വിട്ടുപോയിട്ടുള്ള ആളുകൾ എന്ന് പറയാൻ അങ്ങനെ അധികം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു റീഡിംഗ് നക്ഷത്ര ഫലങ്ങൾ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പലരും എങ്ങനെയാണ് ടാരറ്റും നക്ഷത്ര കണക്ഷൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റീഡിങ്സ് ചെയ്യുന്നത് ടാരോ ബേസിക്കലി സോഡിയാക് സൈൻ ബേസിസിൽ വെച്ചിട്ട് നക്ഷത്ര ഫലങ്ങളുടെ അനുസരിച്ചിട്ടല്ല ആ ഒരു എനർജി കണക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഒരു റീഡിങ്ങിലേക്ക് വരുമ്പോൾ, അതായത് ഫസ്റ്റ് മലയാളത്തിൽ ടാരോ റീഡിംഗ് ചാനൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത ആ ഒരു മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നക്ഷത്ര ഫലങ്ങളിലേക്ക് വന്നത് ആ ഒരു രീതിയിലാണ്. ടാരോ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയത്ത് അത് ടാരോ വേറൊരു ലെവലിലാണ്. നമ്മൾ അതിൻ്റെ എനർജി, അതിൻ്റെ ഒരു സിഗ്നേച്ചർ എനർജീസും ആർക്കിറ്റൈപ്പൽ എനർജീസും അതിൻ്റെ ആർക്കിറ്റൈപ്പ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് സംബന്ധിച്ചിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും, അത് നാട്ടിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ നാട്ടിൽ ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അറിവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അങ്ങനെയുള്ള ഡിസ്കഷൻസും കാര്യങ്ങൾ, അസ്ട്രോളജിയും ടാരോവും കണക്ട് ചെയ്തിട്ട് വെസ്റ്റേൺ അസ്ട്രോളജിയാണ് ഇവിടെ കൂടുതലും ആളുകൾ ചെയ്യുന്നത് പുറത്ത് യൂറോപ്പിൽ. അപ്പോൾ വേദിക് അസ്ട്രോളജീസിൽ സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന, അതായത് അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നടത്തുകയും അതിനുശേഷം നമ്മൾ ആസ്ട്രോളജിയും ടാരറ്റും മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് എങ്ങനെ ഇതിലേക്ക് എത്താം എന്നുള്ളൊരു കാര്യത്തിലേക്ക് കൊണ്ടുവന്നതും അങ്ങനെയാണ്. കാരണം നാട്ടിലിങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ, കാരണം നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ആവശ്യകത ഉള്ളതായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടാരറ്റ് നക്ഷത്ര ഫലങ്ങൾ ടാരറ്റിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ടാരറ്റ് തുടങ്ങുമ്പോൾ ആദ്യം വിചാരിച്ചിരുന്നത് ആ ഒരു വെസ്റ്റേൺ ഇതിൽ തന്നെ തുടങ്ങാമെന്നുള്ള രീതിയിലാണ്. സോഡിയാക് സൈൻ ബേസിസിൽ ഈവൻ ആ ഒരു രീതി പോലും ലേറ്റ്ലി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നക്ഷത്രഫലങ്ങളായിട്ട് ബേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ എന്തായാലും മലയാളത്തിൽ അങ്ങനത്തെ ആരും ഇല്ല. ഇപ്പോഴും മലയാളത്തിൽ നക്ഷത്രഫലങ്ങളുടെ ബേസിസിൽ ടാരോ പഠിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ അവർ അതിൻ്റെ കൺസെപ്റ്റ് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് വളരെയധികം വ്യക്തമായിട്ടുള്ളൊരു റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു എങ്ങനെയാണ് നക്ഷത്ര ഫലങ്ങൾ അല്ലെങ്കിൽ ലൂണാർ കൺസ്റ്റലേഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിക്കേണ്ടതുണ്ടായിരുന്നു ആദ്യമേ തന്നെ. അപ്പോൾ പലരും ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നാട്ടിലങ്ങനെ സാധാരണ ആളുകളാണ് നാട്ടിലുള്ള പലരും ചെയ്യുന്നത്. അവർ ടാരോ പഠിപ്പിക്കുന്നുണ്ടാവാം, പക്ഷേ ടാരോ നക്ഷത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ കുറവാണ്. കൂടുതലും പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. ഇനി അഥവാ നക്ഷത്രഫലങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ നക്ഷത്രഫലങ്ങൾ പറയുന്നതിനെ കുറിച്ചിട്ട് പറയാൻ നമുക്കറിയാം, സോഡിയാക് സൈൻ ബേസിസിലാണെങ്കിൽ അത് 12 സോഡിയാക് സൈൻസ് ആണ് ഉള്ളത്. അപ്പോൾ 12 സോഡിയാക് സൈൻ നമ്മൾ നാട്ടിലത്തെ രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ 12 മാസങ്ങൾ, മലയാള മാസം കണക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ 12 മാസങ്ങൾ. അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ്, ആ സോഡിയാക് സയൻസിനെ ഡിവൈഡ് നമ്മൾ 27 ലൂണാർ കൺസ്റ്റലേഷൻസ് ആയിട്ടാണ്, അതായത് 27 നക്ഷത്രങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു റൂളിംഗ് ഡയറ്റി ഉണ്ട്. അതായത് അതിൻ്റെ ദേവത, ഇപ്പോൾ ദേവത എന്ന് പറയുന്ന ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവതയുണ്ട്. അതേപോലെ തന്നെ ഒരു ഗൃഹാധിപനുണ്ട്. ഇപ്പോൾ രാഹു കേതു ഏത് ഗ്രഹം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പോൾ കൺസ്റ്റലേഷൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളത് ഉണ്ട്. അതേപോലെ അതെങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ എങ്ങനെയാണ് അത് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു ടാരോ എങ്ങനെയാണ് നക്ഷത്രമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ നക്ഷത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഊർജ തലമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ഒരു അസ്ട്രോളജർ നോക്കുന്നത്, നമ്മൾ അസ്ട്രോളജി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, നമ്മൾ വേദിക് അസ്ട്രോളജിയാണ് ഫോളോ ചെയ്യുന്നത്. കേരളത്തിൽ
പക്ഷേ കേരളത്തിൽ വേദിക് അസ്ട്രോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കവടി നിരത്തി നോക്കും. നമ്മൾ കവടി നിരത്തി നോക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളൊരു സമ്പ്രദായമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അസ്ട്രോളജി വ്യത്യസ്തമാണ്. കവടി നിരത്തുന്നത് നമ്മുടെ അവിടെ മാത്രമാണ് കാണുന്നത്. കുറച്ച് സൈഡിൽ ബോർഡർ ഭാഗത്തുണ്ടാവാം. പക്ഷേ കവടി നിരത്തി നോക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു നമ്മുടേതായിട്ടുള്ള സംസ്കാരമാണ് എന്നുള്ളത്. ഈ കവറി റീഡിങ്സ് ശരിക്കും ഇന്ത്യയിൽ ഉള്ള ഒരു കാര്യമല്ല. അത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കവറി റീഡിങ്സ് ഉള്ളത്. പക്ഷെ അതൊക്കെ അന്യം നിന്ന് പോയിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടെയാണ് ഇപ്പോഴും ഉള്ളത്. കവടി എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള സ്പിരിച്വൽ ഒരു വേയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലും കൂടുതൽ ആരും അതെങ്കിലും റിസർവ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ നക്ഷത്രഫലങ്ങൾ നോക്കുമ്പോൾ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഊർജം, അതിൻ്റേതായിട്ടുള്ള ഒരു ഊർജ തലമുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓരോ നക്ഷത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ അശ്വതി നക്ഷത്രം പറയുകയാണെങ്കിൽ അത് കൂടുതൽ ഹീലിംഗ്, ഒരാളെ ഹീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്പിരിച്വലി ഇപ്പോൾ നമ്മൾ വ്രതം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഭരണിയാണെങ്കിൽ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു സ്ട്രോങ് എന്താ പറയുക, ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മാറ്റത്തെ പല കാര്യങ്ങളും പല നക്ഷത്രത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഊർജ്ജ തലങ്ങളുണ്ട്. അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതേപോലെ ഓരോ ടാരറ്റ് ബേസിസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ടാരറ്റിനും അതിൻ്റെ ആർക്കിടൈപ്പൽ എനർജി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചാരിറ്റ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് അതറിയാം, അതൊരു സ്പീഡാണ്, അതൊരു വിജയമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഡെത്ത് എനർജി എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷനാണ്. കാരണം ഡെത്ത് എന്ന് പറയുമ്പോൾ മരണവും പുനരഭിമരണം പുനരഭിജനനം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ ഓരോ നക്ഷത്രങ്ങൾക്കും ഒരു അധിപനുണ്ട്. ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൽ ചന്ദ്രനാണ്, കാർത്തിക സൂര്യനാണെന്നൊക്കെ പറയുന്ന പോലെ ടാരറ്റിനെയും പ്ലാനറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സൂര്യനും ചന്ദ്രനും ഒക്കെ അത് മെയിൻ ആർക്കാനയിലുള്ളതാണ് സൂര്യൻ ചന്ദ്രൻ. അതാത് പേരിൽ തന്നെ ഉണ്ട് സൂര്യൻ ചന്ദ്രൻ എന്നുള്ളത്. അതുകൂടാതെ ഓരോ ടാരറ്റിനും ചില ടാരറ്റ് അസ്ട്രോളജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്ന അവർക്കൊരു അസ്ട്രോളജിക്കൽ ലെയറിങ് ഉണ്ട്. അപ്പോൾ ചില ടാരറ്റ് അത് സൂചിപ്പിക്കുന്നത് ഇന്ന പ്ലാനറ്റാണ്. അപ്പോൾ ഓരോന്നിനും അതുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ നക്ഷത്രങ്ങളുടെ ബേസിസിൽ പറയുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ടൈമിങ്, അതിൻ്റേതായിട്ടുള്ള റിച്വൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ചില പ്രത്യേക ടാരറ്റ്, അപ്പോൾ നമ്മൾ ചില പ്രത്യേക ടാരോ അതിൻ്റേതായിട്ടുള്ള പ്രത്യേക നക്ഷത്രത്തെ സൂചിപ്പിക്കുന്നത് അസ്ട്രോളജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ബർത്ത് നക്ഷത്രം, അതായത് ജന്മനക്ഷത്രം വച്ചിട്ട് ഇങ്ങനെ ടാരോ ആർക്കിടൈപ്സ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് പറയുന്നത്. പക്ഷേ അതിൽ തന്നെ പറയുകയാണെങ്കിൽ ജനറൽ റീഡിങ്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അതിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. പക്ഷേ പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ പല കാര്യങ്ങളും കണക്ട് ചെയ്ത് നോക്കിയിട്ട് ടാരോ അസ്ട്രോളജിയിൽ കൂടുതൽ താല്പര്യമുള്ളവർ പറയുമ്പോൾ അവർ അസ്ട്രോളജി കണക്ട് ചെയ്തിട്ടാണ് കൂടുതൽ പറയാം. ജനറൽ ടാരറ്റിൽ താല്പര്യമുള്ളവർക്ക് അത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി, ലൈഫ് പേർപ്പസ്, അവരുടെ കർമ്മം, അവരുടെ സ്പിരിച്വൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ടാരോ റീഡിംഗ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും ഇങ്ങനെ ചീട്ടിടുന്ന പോലെ എന്ന്. അത് വളരെ ചുരുക്കം ആളുകളാണ് നമ്മളുടെ ചാനലിൽ. പല ആളുകളും വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളും വിശ്വസിക്കുന്ന ആളുകളാണ് ഇതിലേക്ക് പറയുന്നത്. എന്നിരുന്നാലും 1-2 പേരൊക്കെ ഇടയ്ക്ക് എപ്പോഴൊക്കെ ഇങ്ങനത്തെ കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥം, അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥവും കാര്യങ്ങളും മനസ്സിലാക്കാതെ പറയുന്നവരാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ അത് കൂടാതെ തന്നെ ഇൻഡ്യൂട്ടീവ് റീഡിംഗ് ആണ് പൊതുവെ ഞാൻ ചെയ്യുന്നത്. ഇൻഡ്യൂട്ടീവ് മെഡിറ്റേഷന് ശേഷമാണ് റീഡിങ്സ് ചെയ്യുന്നത്, സ്പെഷ്യലി പേഴ്സണൽ റീഡിങ്സ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ആ കാർഡ്സ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നക്ഷത്ര, അതിൻ്റെ എനർജീസ്, അതിൻ്റെ സിഗ്നേച്ചർ, ആർക്കിടൈപ്സ്, ഇതൊന്നുമില്ലാതെ ചില സിറ്റുവേഷനിൽ നമ്മൾ ചില വേർഡ്സ്, അപ്പോൾ ആ ഒരു ക്ലാർവോയൻ്റ് എനർജി വരുകയാണ് എങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഇൻഡ്യൂട്ടീവായിട്ട് അതായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ വരുന്നുണ്ടാവും.
അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ പല പല കാര്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടാണ് പറയുന്നത്, അല്ലാതെ ജസ്റ്റ് കാർഡ്സ് ഇട്ടിട്ട് കാർഡ്സ് എന്താണോ എന്ന് പറയുന്നത് നമ്മൾ. കാരണം പലരും ടാരോ പഠിക്കുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കാറുള്ള അവർ കാർഡ്സിൻ്റെ ബേസിസിൽ ഈ കാർഡ്സിൻ്റെ അർത്ഥം അതിൽ എഴുതിയിട്ട് മനസ്സിലാക്കി വായിച്ച് അങ്ങനെയല്ല റീഡിങ് ചെയ്യുന്നത്. ഒറ്റ കാർഡ് എടുത്തിട്ട് നമ്മൾ റീഡിങ്സ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് ആളുകൾ പറയുന്ന ഓരോ കാർഡ് എടുത്ത് ചെയ്യണം ചേച്ചി അല്ലെങ്കിൽ മാം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. കാരണം ആളുകൾ ഇതൊരു പൊതുവെ ഒത്തിരി ആളുകൾ കാണുന്നത് കൊണ്ട്. അല്ലാതെ പക്ഷം നമ്മൾ എല്ലാ കാർഡ്സും നമ്മൾ റീഡിങ്സ് പക്ഷേ ഒരുമിച്ച് കാർഡ്സ് നോക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ അത് എവിടെയാണ്, ഏത് രീതിയിലാണ്, പല പല കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ, ഡയഗണൽ, വെർട്ടിക്കൽ അങ്ങനെയുള്ള പൊസിഷൻ, അതുപോലെ തന്നെ ചില കാർഡിൻ്റെ അടുത്ത് ചില കാർഡുകൾ വരുന്നത്, അല്ലെങ്കിൽ എന്ത് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ പല ഒത്തിരി ഫാക്ടേഴ്സ് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത്. പക്ഷെ കാണുന്ന സമയത്ത് നമ്മളൊരു കാർഡ് ഇതുപോലെ എടുക്കുന്നു, എന്നിട്ട് ആ കാർഡ് ജസ്റ്റ് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളത്, നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു റീഡിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വളരെ കാലങ്ങളായിട്ടുള്ള ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള വ്യക്തിയുടെ സന്ധ്യ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇതുകൊണ്ട് പ്രയോജനമുണ്ടായെങ്കിൽ സന്തോഷിക്കുന്നു. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം, പിതൃക്കൾക്കും വളരെയധികം നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.